ഓം ശാന്തി 10-5-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് സമാനം ദയാഹൃദയരാകൂ. ദയാഹൃദയരായ കുട്ടികൾ എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യും. ചോദ്യം: മുഴുവൻ ലോകത്തിന്റെയും ആവശ്യം എന്താണ്? ബാബയ്ക്കല്ലാതെ മറ്റാരെക്കൊണ്ടും പൂർത്തിയാക്കാൻ സാധിക്കാത്തത്. ഉത്തരം: മുഴുവൻ ലോകത്തിന്റെയും ആവശ്യം ശാന്തിയും സുഖവും ലഭിക്കണം എന്നതാണ്. മുഴുവൻ കുട്ടികളുടെയും വിളി കേട്ട് ബാബ വരുന്നു. പരിധിയില്ലാത്ത അച്ഛനാണ്. അതിനാൽ ബാബയ്ക്ക് വളരെയധികം ചിന്തയുണ്ട്. എന്റെ മക്കളെ എങ്ങനെ ദുഃഖിയിൽ നിന്നും സുഖിയാക്കി മാറ്റുമെന്ന്. ബാബ പറയുന്നു, കുട്ടികളെ, പഴയ ലോകവും എന്റേത് തന്നെയാണ്. എല്ലാവരും എന്റെ മക്കളാണ്. ഞാൻ വന്നിരിക്കുകയാണ് എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. ഞാൻ മുഴുവൻ ലോകത്തിന്റെയും അധികാരിയാണ്. എനിക്ക് തന്നെ ഇതിനെ പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റണം. ഓം ശാന്തി. അച്ഛൻ കുട്ടികളെ പാവനമാക്കി മാറ്റുകയാണ്. അതിനാൽ തീർച്ചയായും അച്ഛനോട് സ്നേഹമുണ്ടായിരിക്കണം. തീർച്ചയായും പരസ്പരം സഹോദര സ്നേഹം നല്ലതാണ്. ഒരച്ഛന്റെ കുട്ടികൾ എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. പക്ഷേ പാവനമാക്കി മാറ്റുന്നത് ഒരേ ഒരു അച്ഛനാണ്. അതിനാൽ എല്ലാ കുട്ടികളുടെയും മുഴുവൻ സ്നേഹവും ഒരച്ഛനോടാണ്. അച്ഛൻ പറയുന്നു, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങൾ സഹോദരങ്ങളാണ്. അതിനാൽ പരസ്പരം പാൽക്കടലായിരിക്കും. ഇത് ശരി തന്നെയാണ്. ഒരച്ഛന്റെ മക്കളാണ്. ആത്മാവിലാണ് ഇത്രയും സ്നേഹമുള്ളത്. ദേവതാ പദവി പ്രാപ്തമാക്കുകയാണ്. അതിനാൽ പരസ്പരം വളരെയധികം സ്നേഹമുണ്ടായിരിക്കണം. നമ്മൾ സഹോദരങ്ങളാണ്. അച്ഛനിൽ നിന്ന് സമ്പത്ത് എടുക്കുന്നു. അച്ഛൻ വന്ന് പഠിപ്പിക്കുന്നു. ആരാണോ മനസ്സിലാക്കുന്നവർ അവർക്കറിയാം ഇത് സ്കൂൾ അല്ലെങ്കിൽ വളരെ വലിയ യൂണിവേഴ്സിറ്റി ആണ്. അച്ഛൻ എല്ലാവർക്കും ദൃഷ്ടി നൽകുന്നു അല്ലെങ്കിൽ ഓർമ്മിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനെ മുഴുവൻ ലോകത്തിലെയും സമസ്ത മനുഷ്യാത്മാക്കളും ഓർമ്മിക്കുന്നുണ്ട്. പഴയതായാലും പുതിയതായാലും മുഴുവൻ ലോകവും അച്ഛന്റേത് തന്നെയാണ്. പുതിയ ലോകം അച്ഛന്റേതാണെങ്കിൽ എന്താ പഴയത് അച്ഛന്റേതല്ലേ? അച്ഛൻ തന്നെയാണ് എല്ലാവരെയും പാവനമാക്കി മാറ്റുന്നത്. പഴയ ലോകവും എന്റേത് തന്നെയാണ്. മുഴുവൻ ലോകത്തിന്റെയും ഉടമസ്ഥൻ ഞാനാണ്. ഞാൻ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുന്നില്ലെങ്കിലും ലോകം എന്റേത് തന്നെയല്ലേ? എന്റെ കുട്ടികൾ എന്റെ ഈ വലിയ വീട്ടിൽ സുഖമായിരിക്കുന്നു. എന്നിട്ട് പിന്നീട് ദുഃഖവും അനുഭവിക്കുന്നു. ഇത് കളിയാണ്. ഈ പരിധിയില്ലാത്ത മുഴുവൻ ലോകവും എന്റെ വീടാണ്. ഇത് വലിയ സ്റ്റേജ് അല്ലേ? അച്ഛനറിയാം വീട്ടിലുള്ളത് മുഴുവൻ എന്റെ കുട്ടികളാണ്. മുഴുവൻ ലോകത്തെയും നോക്കുന്നുണ്ട്. എല്ലാവരും ചൈതന്യമാണ്. മുഴുവൻ കുട്ടികളും ഈ സമയത്ത് ദുഃഖികളാണ്. അതിനാലാണ് വിളിക്കുന്നത്, ബാബ അല്ലയോ ശാന്തി ദേവ, ഞങ്ങളെ ഈ മോശമായ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്നും ശാന്തിയുടെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. അച്ഛനെ തന്നെയാണ് വിളിക്കുന്നത്. ദേവതകളോട് പറയാൻ കഴിയില്ല. എല്ലാവരുടെയും അച്ഛൻ ഒരേ ഒരു ബാബയാണ്. ബാബയ്ക്ക് മുഴുവൻ ലോകത്തിന്റെയും കാര്യത്തിൽ ചിന്തയുണ്ട്. പരിധിയില്ലാത്ത വീടാണ്. അച്ഛനറിയാം ഈ പരിധിയില്ലാത്ത വീട്ടിൽ ഈ സമയത്ത് എല്ലാവരും ദുഃഖികളാണ്. അതിനാലാണ് ശാന്തി ദേവ, സുഖദേവ എന്ന് വിളിക്കുന്നത്.
രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ലേ? ഇപ്പോൾ അറിയാം, നമ്മൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സമ്പത്ത് നേടുകയാണ്. അച്ഛൻ വന്ന് നമുക്ക് സുഖവും നൽകുന്നു, ശാന്തിയും നൽകുന്നു. സുഖവും ശാന്തിയും നൽകുന്നവരായി മറ്റാരുമില്ല. അച്ഛനു മാത്രമാണ് ദയ തോന്നുന്നത്. ബാബയാണ് പരിധിയില്ലാത്ത അച്ഛൻ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ബാബയുടെ കുട്ടികൾ എപ്പോഴാണോ പവിത്രമായിരുന്നത് അപ്പോൾ വളരെയധികം സുഖികളായിരുന്നു. ഇപ്പോൾ അപവിത്രമായതിനാൽ ദുഃഖിയായിരിക്കുന്നു. കാമചിതയിലിരുന്ന് കറുത്ത് പതീതമാകുന്നു. പ്രധാന കാര്യം അച്ഛനെ മറന്നുപോയി എന്നതാണ്. ആരാണോ ഇത്രയും ഉയർന്ന പദവി നൽകിയത് ആ അച്ഛനെ മറന്നു. പാടുന്നുണ്ട്, അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. സുഖം അളവില്ലാത്തത് ഉണ്ടായിരുന്നു. അതുപോലെ വീണ്ടും നിങ്ങൾ ഇപ്പോൾ എടുക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ദുഃഖം അളവില്ലാത്തതുണ്ട്. ഇത് തമോ പ്രധാന ലോകമാണ്. വിഷയസാഗരത്തിൽ ചതിയിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് അതിഘോരമായ നരകമാണ്. അച്ഛൻ കുട്ടികളോട് ചോദിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ നരകവാസിയാണോ അതോ സ്വർഗവാസിയാണോ? ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഉടനെ പറയും സ്വർഗവാസി ആയെന്ന്. അർത്ഥം മുഴുവൻ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് നരകത്തിലെ സാധനങ്ങൾ അവരെ കഴിപ്പിക്കുന്നത് എന്തിനാണ്? ഇത് മനസ്സിലാക്കുന്നില്ല. അച്ഛൻ വന്ന് സ്വർഗം സ്ഥാപന ചെയ്യുന്നു. നിങ്ങൾ കുട്ടികളെ രാജയോഗം പഠിപ്പിക്കുന്നു. അച്ഛൻ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങളെ ഈ ജ്ഞാനം കേൾപ്പിക്കുകയാണ്. എന്നിലാണ് ഈ ജ്ഞാനമുള്ളത്. ജ്ഞാനസാഗരൻ ഞാൻ തന്നെയാണ്. പറയാറുണ്ട്, ഇവർ ശാസ്ത്രങ്ങളുടെ അധികാരി ആണെന്ന്. പക്ഷെ അവരും ആത്മാക്കൾ തന്നെയല്ലേ? ഇതും മനസ്സിലാക്കുന്നില്ല. അച്ഛനെ പോലും അറിയില്ല. വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന അച്ഛനെ തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഉണ്ടെന്ന് പറയുന്നു. വ്യാസഭഗവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് ഒന്നും അറിയില്ല. തീർത്തും അനാഥരായി മാറി. പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു. രചയിതാവായ അച്ഛനെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തെയും ആരും അറിയുന്നില്ല. അച്ഛൻ തന്റെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി തരുന്നു. ബാക്കി ആർക്കും പറഞ്ഞു തരാൻ കഴിയില്ല. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ, ആരെയാണോ ഈശ്വരൻ, ഭഗവാൻ, രചയിതാവ് എന്ന് വിളിക്കുന്നത് അവരെ നിങ്ങൾ അറിയുമോ? എന്താ ഈശ്വരനെ അറിയുക എന്നാൽ കല്ലിലും മുള്ളിലും ഈശ്വരനുണ്ട് എന്ന് പറയുന്നതാണോ? ആദ്യം സ്വയം ആരാണെന്ന് മനസ്സിലാക്കൂ. മനുഷ്യൻ തമോപ്രധാനമായതിനാൽ ജീവികളും തമോപ്രധാനമാണ്. മനുഷ്യൻ സതോപ്രധാനമാകുമ്പോൾ എല്ലാം സുഖികളാകുന്നു. എങ്ങനെയാണോ മനുഷ്യർ, അതുപോലെയാണ് അവരുടെ ഫർണിച്ചേഴ്സ്. ധനികരുടെ ഫർണിച്ചേഴ്സും വളരെ നല്ലതായിരിക്കും. നിങ്ങൾ വളരെ സുഖിയും വിശ്വത്തിന്റെ അധികാരിയുമായി മാറുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള എല്ലാം സുഖദായിയായി മാറും. അവിടെ ദുഃഖദായിയായ ഒരു വസ്തുവും ഉണ്ടാകില്ല. ഈ നരകം തന്നെയാണ് വളരെ മോശമായ ലോകം. ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു, ഭഗവാൻ ഒന്നേ ഉള്ളൂ. അവർ തന്നെയാണ് പതീത പാവനൻ. സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. ദേവതകളുടെ മഹിമ പാടാറുണ്ട്, സർവഗുണ സമ്പന്നൻ എന്ന്. ക്ഷേത്രങ്ങളിൽ ചെന്ന് ദേവതകളുടെ മഹിമയും തന്റെ നിന്ദയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ഭ്രഷ്ടാചാരികളാണ്.
ശ്രേഷ്ഠാചാരിയും സ്വർഗവാസിയുമായത് ഈ ലക്ഷ്മി നാരായണന്മാരാണ്. ഇവരെയാണ് എല്ലാവരും പൂജിക്കുന്നത്. സന്യാസികളും പൂജിക്കുന്നുണ്ട്. സത്യയുഗത്തിൽ ഇങ്ങനെ ഉണ്ടാകില്ല. നിങ്ങളുടെ സന്യാസം പരിധി ഇല്ലാത്തതാണ്. പരിധിയില്ലാത്ത അച്ഛൻ വന്ന് പരിധിയില്ലാത്ത സന്യാസം ചെയ്യിക്കുന്നു. അവർ ചെയ്യുന്നത് ഹഠയോഗമാണ്. പരിധിയുള്ള സന്യാസമാണ്. ആ ധർമ്മം തന്നെ വേറെയാണ്. അച്ഛൻ പറയുന്നു, നിങ്ങൾ തന്റെ ധർമ്മത്തെ മറന്ന് എത്ര ധർമ്മങ്ങളിലേക്ക് ചെന്ന് കയറിയിരിക്കുന്നു. തന്റെ ഭാരതത്തിന് ഹിന്ദുസ്ഥാൻ എന്ന് പേര് വെച്ചു. പിന്നീട് ഹിന്ദു ധർമ്മം എന്ന് പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ ഹിന്ദു എന്ന ധർമ്മം ആരും സ്ഥാപിച്ചിട്ടില്ല. മുഖ്യമായത് 4 ധർമ്മങ്ങളാണ്: ദേവീ ദേവത, ഇസ്ലാം, ബുദ്ധധർമ്മം, പിന്നെ ക്രിസ്തുധർമ്മം. നിങ്ങൾക്കറിയാം, ഈ മുഴുവൻ ലോകവും ഒരു ദ്വീപാണ്. ഇതിൽ രാവണന്റെ ഭരണമാണ്. രാവണനെ കണ്ടിട്ടുണ്ടോ? ആരെയാണോ കൂടെ കൂടെ കത്തിക്കുന്നത്, ആ രാവണൻ വളരെ പഴയ ശത്രുവാണ്. നമ്മൾ എന്തിനാണ് കത്തിക്കുന്നത് എന്നതുപോലും അറിയില്ല. ഇത് ആരാണ്, എപ്പോൾ മുതലാണ് കത്തിക്കാൻ തുടങ്ങിയത്? ഇതെല്ലാം അറിയണമല്ലോ. പരമ്പരയായി നടക്കുന്നതാണ് എന്ന് കരുതുന്നു. അല്ല, അതിനും ഒരു കണക്ക് ഉണ്ടാകുമല്ലോ. നിങ്ങളെ ആർക്കും അറിയില്ല. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും, നിങ്ങൾ ആരുടെ കുട്ടികളാണ്? നമ്മൾ ബ്രഹ്മകുമാരികളും ബ്രഹ്മകുമാരന്മാരുമാണെങ്കിൽ ബ്രഹ്മാവിന്റെ കുട്ടികളല്ലേ? ബ്രഹ്മാവ് ആരുടെ കുട്ടിയാണ്? ശിവബാബയുടെ. നമ്മൾ അവരുടെ പേരക്കുട്ടികളാണ്. സർവാത്മാക്കളും ബാബയുടെ കുട്ടികളാണ്. ശരീരം കൊണ്ട് ആദ്യം ബ്രാഹ്മണനാകുന്നു. പ്രജാപിതാവല്ലേ ബ്രഹ്മാവ്? ഇത്രയും പ്രജകളെ എങ്ങനെയാണ് രചിക്കുന്നത്? അത് നിങ്ങൾക്കറിയാം. ഇവിടെ ദത്തെടുക്കുകയാണ്. ശിവബാബ ബ്രഹ്മബാബയിലൂടെ ദത്തെടുക്കുകയാണ്. മേളയും നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ മേള നടക്കേണ്ടത് ഏറ്റവും വലിയ ബ്രഹ്മപുത്ര നദി സാഗരത്തിൽ ചെന്ന് ചേരുന്ന ഇടത്താണ്. ഈ സംഗമത്തിൽ മേള വെക്കണം. ഈ മേള ഇവിടെയാണ്. ബ്രഹ്മാവിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അച്ഛനുമാണ്. മാത്രമല്ല വലിയ അമ്മയും ഇതുതന്നെയാണ്. പക്ഷെ പുരുഷനായതിനാൽ മമ്മയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. അതായത്, നിങ്ങൾ ഈ മാതാക്കളെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അച്ഛൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സദ്ഗതി നൽകുന്നു. നിങ്ങൾക്കറിയാം, ഈ ദേവതകൾ ഡബിൾ അഹിംസകരാണ്. എന്തെന്നാൽ അവിടെ രാവണൻ ഉണ്ടാകില്ല. ഭക്തിയിലൂടെയാണ് രാത്രി ഉണ്ടാകുന്നത്. ജ്ഞാനത്തിലൂടെ പകലും. ജ്ഞാനസാഗരൻ ഒരേ ഒരു അച്ഛനാണ്. പക്ഷെ അച്ഛനെ സർവവ്യാപി എന്നാണ് പറയുന്നത്. അച്ഛനാണ് വന്ന് പറഞ്ഞു തരുന്നതും അത് കുട്ടികൾക്കാണ് പറഞ്ഞു തരുന്നത്. ശിവഭഗവാന്റെ വാക്കുകളല്ലേ. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആരിലെങ്കിലും വന്നിട്ടുണ്ടാകും. പറയുന്നു, എനിക്ക് പ്രകൃതിയുടെ ആധാരം എടുക്കേണ്ടതായി വരുന്നു. ഞാനൊരു ചെറിയ കുട്ടിയെ അല്ല ആധാരമായി എടുക്കുന്നത്. കൃഷ്ണൻ കുട്ടിയല്ലേ. ഞാൻ അദ്ദേഹത്തിന്റെ അനേക ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ, അതും വാനപ്രസ്ഥ അവസ്ഥയിലാണ് പ്രവേശിക്കുന്നത്. വാനപ്രസ്ഥ അവസ്ഥയ്ക്ക് ശേഷമാണ് മനുഷ്യർ ഭഗവാനെ ഓർമ്മിക്കുന്നത്. പക്ഷെ ഭഗവാനെ യഥാർത്ഥ രീതിയിൽ ആർക്കും അറിയില്ല. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, യഥാ യഥാഹി. ഞാൻ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ഭാരതത്തിന്റെ മഹിമ അപരം അപാരമാണ്. നോക്കൂ, മനുഷ്യർക്ക് ദേഹത്തിന്റെ അഹങ്കാരം എത്രയാണ്. ഞാൻ ഇന്നയാളാണ്, ഇന്നതാണ്.
ഇപ്പോൾ അച്ഛൻ വന്ന് നിങ്ങളെ ദേഹി അഭിമാനിയാക്കി മാറ്റുന്നു. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛനിരുന്ന് മുഴുവൻ രഹസ്യങ്ങളും പറഞ്ഞു തരുന്നു. ഇത് പഴയ ലോകമാണ്, സത്യയുഗമാണ്, പുതിയ ലോകം. സത്യയുഗത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5000 വർഷത്തിന്റെ കാര്യമാണ്. ശാസ്ത്രത്തിൽ പിന്നീട് വ്യാസൻ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്ന് എഴുതി വെച്ചു. വാസ്തവത്തിൽ കൽപ്പം 5000 വർഷത്തിന്റേതാണ്. മനുഷ്യർ തീർത്തും അജ്ഞാനത്തിന്റെ കുംഭകർണ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ കാര്യങ്ങൾ പുതിയ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകില്ല. അതിനാലാണ് അച്ഛൻ പറയുന്നത്, ഞാൻ എന്റെ കുട്ടികളോടാണ് സംസാരിക്കുന്നത് എന്ന്. ഭക്തിയും ആരംഭിക്കുന്നത് നിങ്ങളാണ്. സ്വയം തന്നെത്താൻ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അച്ഛൻ നിങ്ങളെ പൂജ്യരാക്കി മാറ്റി. പിന്നീട് നിങ്ങൾ പൂജാരിയായി മാറി. ഇതും കളിയാണ്. ചിലർ വളരെ ലോലഹൃദയരായിരിക്കും. അവർ കളി കണ്ടാൽ പോലും ചിലപ്പോൾ കരയും. അച്ഛൻ പറയുന്നു, ആരാണോ കരഞ്ഞത് അവർ നഷ്ടപ്പെടുത്തി. സത്യയുഗത്തിൽ കരയേണ്ട കാര്യമില്ല. ഇവിടെയും അച്ഛൻ പറയുന്നു, കരയരുത്. കരയുന്നത് ദ്വാപര കലിയുഗത്തിലാണ്. സത്യയുഗികൾ ഒരിക്കലും കരയുകയില്ല. അവസാന സമയത്ത് ആർക്കും കരയാനുള്ള സമയമേ ലഭിക്കില്ല. പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കും. അയ്യോ രാമ എന്ന് വിളിക്കാൻ പോലും പറ്റില്ല. വിനാശം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അല്പം പോലും ദുഃഖം ഉണ്ടാകില്ല. കാരണം ആശുപത്രി മുതലായ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. സാധനങ്ങൾ അങ്ങനെ ഉള്ളതാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ അച്ഛൻ പറയുകയാണ്, ഞാൻ രാവണന്റെ മേൽ വിജയം നേടാനായി നിങ്ങൾ കുരങ്ങന്മാരുടെ സേനയെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് യുക്തി പറഞ്ഞു തരികയാണ്. രാവണനു മേൽ വിജയം നേടേണ്ടത് എങ്ങനെയാണ്? മുഴുവൻ സീതമാരെയും രാവണന്റെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കണം. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഭഗവാനുവാച, കുട്ടികളോടാണ് അച്ഛൻ പറയുന്നത്, മോശമായത് കേൾക്കരുത്. ഏത് കാര്യങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്തത്, അതിൽ നിന്നും നിങ്ങളുടെ കാതുകളെ അടച്ചുപിടിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രീമതം ലഭിക്കുന്നുണ്ട്. നിങ്ങളാണ് ശ്രേഷ്ഠമായി മാറുന്നത്. ഇവിടെയാണെങ്കിൽ ശ്രീ ശ്രീ എന്ന ടൈറ്റിൽ എല്ലാവർക്കും നൽകിയിരിക്കുന്നു. ശരി, എന്നിട്ടും അച്ഛൻ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. എത്ര അത്ഭുതകരമായ വിജയത്തിന്റെയും തോൽവിയുടെയും ഈ പരിധിയില്ലാത്ത കളി അച്ഛൻ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയ്ക്ക് സമാനം ദയാഹൃദയരായി മാറണം. എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ച് പാവനമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. പാവനമായി മാറുന്നതിനായി ഒരേയൊരു ബാബയോട് വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കണം. 2. ബാബ പറയുന്നു, ആര് കരഞ്ഞോ അവർ നഷ്ടപ്പെടുത്തി. അതിനാൽ എങ്ങനെയുള്ള പരിതസ്ഥിതിയാണെങ്കിലും നിങ്ങൾ കരയരുത്. വരദാനം: സ്വയത്തിന്റെ രാജ്യത്തിലൂടെ തന്റെ കൂടെയുള്ളവരെ സ്നേഹിയും സഹയോഗിയുമാക്കുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കൂ. രാജാവ് അർത്ഥം ദാതാവ്. ദാതാവിന് പറയുകയോ
ചോദിക്കുകയോ വേണ്ടിവരില്ല. സ്വയം ഓരോരുത്തരും രാജാക്കന്മാർക്ക് തന്റെ സ്നേഹത്തിന്റെ ഉപഹാരം സമ്മാനിക്കുന്നു. താങ്കളും സ്വയത്തിൽ രാജ്യം ഭരിക്കുന്ന രാജാവാകൂ. അപ്പോൾ ഓരോരുത്തരും താങ്കളുടെ മുന്നിൽ സഹയോഗത്തിന്റെ ഉപഹാരം സമ്മാനിക്കും. ആർക്കാണോ സ്വയത്തിൽ രാജ്യമുള്ളത് അവരുടെ മുന്നിൽ ലൗകിക അലൗകിക കൂട്ടാളികൾ ഞാൻ തയ്യാർ, ഞാൻ ചെയ്യാം, എല്ലാം സമ്മതം എന്നു പറഞ്ഞുകൊണ്ട് സ്നേഹിയും സഹയോഗികളും ആയിരിക്കും. കുടുംബത്തിൽ ഒരിക്കലും ആജ്ഞ നടപ്പാക്കരുത്. തന്റെ കർമ്മേന്ദ്രിയങ്ങളെ ആജ്ഞയിൽ നിർത്തണം. അപ്പോൾ തന്റെ സർവ കൂട്ടാളികളും താങ്കളുടെ സ്നേഹിയും സഹയോഗിയും ആയി തീരും. സ്ലോഗൻ: സർവ പ്രാപ്തികളുടെയും സാധനങ്ങളുണ്ടായിട്ടും വൃത്തി ഉപരാമമായി ഇരിക്കണം. അപ്പോൾ പറയും വൈരാഗ്യവൃത്തി. ഓം ശാന്തി.